ജയിക്കുകയാണെങ്കിൽ ആ പരീക്ഷ തന്നെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറയാറുണ്ട്. അപ്പോ പകുതിയിലേറെ പേരും തോൽക്കുകയാണെങ്കിലോ ആ പഠനം തന്നെ പൊളിച്ചു പണിയണം. ഒറ്റ കുട്ടികളും ജയിക്കാത്ത കോളേജുകൾ ഉണ്ടെങ്കിലോ താഴിട്ട് പൂട്ടുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ടെറിബിൾ ഡിസാസ്റ്റർ എന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വീഴാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. കൊട്ടിഘോഷിക്കപ്പെട്ട കേരള വിദ്യാഭ്യാസം ഇപ്പോൾ അതിന്റെ നെല്ലിപ്പലകയിൽ വന്ന് മൂക്കിടിച്ചു കിടക്കുകയാണ്. എഞ്ചിനീയറിംഗ് ദുരന്തത്തിന്റെ കേരള മാതൃക പരിശോധിക്കാം. സ്പോട്ട്ലൈറ്റ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലായുള്ളത് 46,526 സീറ്റുകൾ. അതിൽ 15,000 സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. 30,926 പേരാണ് 2020-21 പ്രവേശനം നേടിയത്. അതിൽ 27,000 പേരാണ് ഫൈനൽ പരീക്ഷയ്ക്കായി യോഗ്യത നേടിയത്. 3,000 പേർ ഇടയ്ക്കു തന്നെ കൊഴിഞ്ഞു. അവസാനം ജയിച്ചത് 14,319 പേർ മാത്രവും. 46,000 എഞ്ചിനീയറിംഗ് സീറ്റ് ഉണ്ടായിട്ട് 14,000 പേരാണ് ജയിച്ചു വരുന്നത് എങ്കിൽ എന്തിനാണ് ഈ സംവിധാനം? കഴിഞ്ഞ വർഷം ജയം 55.6% ഈ വർഷം അത് 53.03%. 16,771 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ജയിച്ചത് 7,398 പേർ മാത്രം, 44.11%. പരീക്ഷ എഴുതിയ ആൺകുട്ടികളിൽ 55% മുകളിൽ തോറ്റു. പെൺകുട്ടികൾ 10,229 പേർ പരീക്ഷ എഴുതി. ജയിച്ചതാവട്ടെ 6,921 പേർ മാത്രവും. വിജയശതമാനം 67%. എവിടെയാണ് ഇത്ര വലിയ തോൽവി ഉണ്ടായത്? നമുക്ക് അത് നിസ്സംശയം പറയാം, സ്വാശ്രയ കോളേജുകളിലാണ്. 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3 എയ്ഡഡ് കോളേജുകൾ, 160 അൺഎയ്ഡഡ് കോളേജുകൾ. ഈ 172 കോളേജുകളിൽ 51 എണ്ണത്തിൽ മാത്രമാണ് 50% മുകളിൽ വിജയമുള്ളത്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ 75.94% വിജയം, സ്വാശ്രയ കോളേജുകളിൽ 43% മാത്രം. 57% കുട്ടികളെയും തോൽപ്പിക്കുന്നതാണ് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസം എന്നർത്ഥം. സ്വാശ്രയ കോളേജുകളിലെ ഈ കൂട്ടത്തോൽവി പറയുന്ന കഥ എന്താണെന്നറിയാൻ വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ല. അധ്യാപനത്തിന്റെയും പഠന സൗകര്യങ്ങളുടെയും അപര്യാപ്തത തന്നെയാണ്. ഈ 162 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എത്ര എണ്ണത്തിലുണ്ട് നിലവാരവും യോഗ്യതയുമുള്ള അധ്യാപകർ? എത്ര എണ്ണത്തിലുണ്ട് പ്രാഥമിക സൗകര്യങ്ങളെങ്കിലും? ഇത് കേരളത്തിലെ വലിയ ദുരന്തമാകുന്നത് ഇവ സ്വാശ്രയ കോളേജുകളാണ് എന്നതിനാലാണ്. എന്തായിരുന്നു സ്വാശ്രയ കോളേജുകൾ സ്ഥാപിക്കുമ്പോൾ പറഞ്ഞിരുന്നത്? ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ള, പണം കൊടുത്ത് പഠിക്കാൻ സൗകര്യമൊരുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകേണ്ടതില്ല, സൗകര്യം ഇവിടെ തന്നെ ഒരുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. തട്ടുകടകൾ പോലെ ദേശീയ പാതയോരങ്ങളിലെല്ലാം കോളേജുകൾ തുറന്നിട്ട് നഷ്ടം വന്നത് ആർക്കാണ്? അത് പണം മുടക്കിയ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാത്രം. ഇപ്പോ ഒരു വീട് പണിയാനുള്ള പണം വേണം ഒരു വിദ്യാർത്ഥിയെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ. കുറഞ്ഞ ഫീസ് തന്നെ 75,000. ഹോസ്റ്റൽ ചെലവ് വർഷം 1,00,000. മറ്റ് ചിലവുകൾ വേറെ. ഒരു കുടുംബനാഥന്റെയും കുടുംബനാഥയുടെയോ 15 വർഷത്തെയെങ്കിലും അധ്വാനത്തിന്റെ തുകയാണ് കുട്ടികൾക്കായി ചെലവഴിക്കുന്നത്. അതാണ് ഈ പാഴാകുന്നത്. സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്ന കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു എന്നായിരുന്നു മുറവിളി. ഇപ്പോ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നതിനാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പോകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേയുള്ളൂ: നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമില്ലായ്മ. പണം നഷ്ടത്തിനും നിലവാര തകർച്ചയ്ക്കും അപ്പുറം മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ തോറ്റ വിദ്യാർത്ഥികളിൽ പലരും +2 കഴിഞ്ഞ് 1 വർഷം എൻട്രൻസ് പഠനത്തിനു മാത്രം ചെലവഴിച്ചവരാണ്. 2 വർഷം ശ്രമിച്ചവരുമുണ്ട്. അതിനുശേഷം 4 മുതൽ 5 വർഷം വരെ എഞ്ചിനീയറിംഗ് പഠനം. അവരുടെ ജീവിതത്തിലെ കാതലുള്ള 5ഉം 6ഉം വർഷമാണ് ഇങ്ങനെ സമ്പൂർണ്ണ തോൽവിയായി മുന്നിൽ കിടക്കുന്നത്.
നടത്തുന്ന മാനേജ്മെന്റുകൾക്കും മേൽനോട്ടം വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമെങ്കിലും വേണം കുറച്ചെങ്കിലും ഉത്തരവാദിത്തം. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.